ഹായ്, എന്നാണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കൻ ദം ബിരിയാണിയും ഒരു ബ്രെഡ് പുഡിങ്ങുമാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് പുഡിങ്ങാണ്. നമുക്കൊന്ന് കണ്ടു നോക്കാം. 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് കഷ്ണങ്ങളാക്കിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് പുരട്ടി വെച്ചിരിക്കുന്നതാണ്. ഞാൻ ഇവിടെ ഒരു 3 സവോള കനം കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആ ഫ്രൈ ചെയ്യുന്ന എണ്ണയിൽ തന്നെയാണ് നമ്മളിനി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഒരു കുടം വെളുത്തുള്ളിയും ഒരു 7 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ സവോള ഫ്രൈ ആയി വരുമ്പോൾ അതിലോട്ട് നമുക്ക് കാഷ്യൂം കിസ്മിസും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. സവോളയൊക്കെ ഇപ്പോൾ ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്ട്രെയിനറിലോട്ട് മാറ്റാം. ആ സെയിം ഓയിലിൽ തന്നെ നമുക്ക് നമ്മുടെ ചിക്കനൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മൾ റൈസിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഗ്രാമ്പു, പട്ട, ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു നാരങ്ങയുടെ നീര് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോൾ നമ്മൾ വെള്ളം രുചിച്ച് നോക്കുമ്പോൾ ഇച്ചിരി മുന്നോട്ട് നിൽക്കുന്ന പോലെ വേണേ. പിന്നെ നമ്മുടെ മല്ലിയിലയും പുതിനയിലയും നമ്മൾ എടുത്തിട്ടുണ്ട്. അതിന് ഫ്രഷ്നെസ് പോരാങ്കിൽ നമ്മൾ 2 ഐസ് ക്യൂബും കൂടി ഇട്ട് വെള്ളത്തിലിട്ട് വെച്ചാൽ നല്ല ഫ്രഷ്നെസ് ആയി കിട്ടുവേ. ഞാനിപ്പം 1.5 കിലോ ചിക്കന് 1 കിലോ റൈസാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ ഇപ്പോൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ റൈസ് വേവിക്കാൻ വെച്ച വെള്ളം ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ മസാലയൊന്നും അങ്ങനെ റൈസിൽ കിടക്കുന്ന പിള്ളേർക്കൊന്നും ഇഷ്ടമില്ല. അതുകൊണ്ട് നമ്മൾ അതിങ്ങനെ എടുത്തു മാറ്റും. അപ്പോൾ നമ്മുടെ ആ വെള്ളത്തിൽ ഇതിൻ്റെയൊക്കെ ഫ്ലേവറൊക്കെ ഇറങ്ങുന്നോളം വരെ നമ്മൾ നന്നായി തിളപ്പിച്ചിട്ടുണ്ട്. നമുക്കതെടുത്ത് മാറ്റാം. ഇനി നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത്. നല്ല ലോങ് റൈസാണ്. ഇനി നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത അതേ ഓയിലിൽ തന്നെ നമ്മൾ 3 സവോള ചേർത്തിട്ടുണ്ട്. ടോട്ടൽ ഇപ്പോൾ നമ്മൾ 6 സവോളയാണ് ചേർത്തിരിക്കുന്നത്. ആ സമയം കൊണ്ട് നമുക്ക് സാലഡിനുള്ള തയ്യാറാക്കാം. ഞാനിവിടെ 1 സവോളയും 1/2 തക്കാളിയും കുറച്ച് മല്ലിയിലയും തൈരും ഉപ്പും പിന്നെ 1 സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കുന്നുണ്ട്. പഞ്ചസാരയും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് സാലഡ് തയ്യാറാക്കാം. നമ്മൾ സവോള ഇപ്പം വഴന്നു വന്നിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ഒരു 1.5 തക്കാളിയാണ് ചേർത്തിരിക്കുന്നത്. മീഡിയം സൈസിലുള്ള 1.5 തക്കാളി. നല്ല പഴുത്ത തക്കാളി എടുക്കാൻ നോക്കണേ, അതാണ് നമുക്ക് ടേസ്റ്റ്. ഇനിയും ഈ സവോളയിലെ തക്കാളി നന്നായിട്ട് വെന്തുടയുന്ന രീതിയിൽ നമ്മൾ വേവിച്ചെടുക്കണം. അത് നമ്മൾ മൂടി വെക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വഴന്ന് കിട്ടുവേ. പിന്നെ നമ്മൾ അതിലോട്ട് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മൂടി വെച്ച് തക്കാളി നല്ല വെന്തുടയുന്നത് വരെ വേവിച്ചെടുക്കാം. ഇനി ഞാനിവിടെ ഗ്ലാസ്സിൽ 2 സ്പൂൺ പാലെടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ പൈനാപ്പിൾ എസൻസ് ആണ്. ആ അടപ്പിന് ഒരു 3/4 അടപ്പ് എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണിക്ക് ഒരു പൈനാപ്പിളിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയാണ്. ഇത് നമ്മൾ ദം ഇടുമ്പോഴാണ് അത് ചേർക്കുന്നത്. നമ്മുടെ സവോളയൊക്കെ ഇപ്പോൾ ഇവിടെ വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിതൊന്നും കൂടെ മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മസാലയൊക്കെ ഏകദേശം വേവായിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഒനിയൻ ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരു പിടി ഒനിയൻ നമുക്ക് ഈ മസാലയിലോട്ട് ചേർത്ത് കൊടുക്കാം. അത് നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുവേ, നമ്മൾ ഫ്രൈ ചെയ്ത ഒനിയൻ ഇങ്ങനെ ചേർക്കുമ്പോൾ. ഇനി ഇതിലോട്ട് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മൾ ഈ ബിരിയാണിക്ക് മുളക് പൊടി ചേർക്കുന്നില്ല.
മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറിക്കഴിയുമ്പോൾ നമ്മൾ ഒരു 3 സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. തൈരും ചേർത്ത് മസാല നന്നായിട്ട് ഇളക്കി കഴിയുമ്പോൾ നമ്മൾ വറുത്ത് വെച്ച ചിക്കനും കൂടെ ചേർത്ത് നല്ല മസാലയിൽ പൊതിഞ്ഞ ചിക്കൻ നല്ല തട്ടിപ്പൊത്തി വെച്ച് കൊടുത്ത് നമുക്കൊന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ ഒരു 12 കാഷ്യൂ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ചെറിയൊരു ചൂടുവെള്ളത്തിലിട്ട് ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ആ കാഷ്യൂ പേസ്റ്റും നമ്മൾ ഈ മസാലയിലോട്ട് ചേർത്ത് കൊടുക്കണേ. കാഷ്യൂ ഒക്കെ അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ബിരിയാണിക്ക് നല്ലൊരു റിച്ച് ഫ്ലേവറൊക്കെ വരും, നല്ലൊരു ടേസ്റ്റ് വരും. വലിയൊരു ബിരിയാണി പോട്ടിലോട്ട് നമുക്ക് ദം ചെയ്തെടുക്കാം. ഞാൻ അടിയിൽ കുറച്ച് മസാല നിരത്തിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ചോറിടുക. പിന്നെ ചോറിട്ടതിൻ്റെ മുകളിൽ നമ്മളിപ്പോഴാണ് ഈ ബിരിയാണിക്ക് നമ്മൾ നെയ്യ് ചേർക്കുന്നത്. നമ്മൾ കറിയിലോ മസാലയിലോ ഒന്നും നമ്മൾ നെയ്യ് ചേർത്തിട്ടില്ല. നെയ്യ് ചേർക്കുക. പിന്നെ നമ്മൾ നേരത്തെ പാലിൽ മഞ്ഞൾപ്പൊടിയും പൈനാപ്പിൾ എസൻസും മിക്സ് ചെയ്ത് അതൊരു ലെയർ ഒഴിച്ച് കൊടുക്കുക. നമ്മുടെ ഫ്രൈ ചെയ്ത ഒനിയൻ, കിസ്മിസ്, കാഷ്യൂ ചേർക്കുക. പിന്നെ നമ്മൾ ചിക്കൻ മസാല ചേർക്കുക. പിന്നെ നമ്മൾ ആ പ്രോസസ്സ് തന്നെ നേരെ ഒന്നും കൂടെ ചെയ്യുക. ഞാനിവിടെ എൻ്റെ ഒരു പഴയ പാൻ വെച്ചിട്ടുണ്ട്. ആ പാനിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ ബിരിയാണി പോട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്ലെയിം കുറച്ച് ഒരു 10 മിനിറ്റ് നമുക്ക് ഇതൊന്ന് ദം ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പിയും കൂടെ നോക്കാം. ഞാനിവിടെ 1.5 കപ്പ് പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. ഒരു 1/4 ഗ്ലാസ് പാലിൽ നമ്മൾ 3 സ്പൂൺ കസ്റ്റേർഡ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. പാലിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. നമുക്ക് കണ്ടൻസ് മിൽക്ക് വേണമെങ്കിൽ കണ്ടൻസ് മിൽക്ക് മധുരത്തിന് പകരം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ പാല് തിളച്ച് വരുന്ന ആ സമയത്ത് നമ്മൾ കസ്റ്റേർഡ് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. നമ്മുടെ ഈ കസ്റ്റേർഡ് മിക്സ് നല്ലൊരു ക്രീമി ഫ്ലേവർ കിട്ടാൻ വേണ്ടി നമ്മൾ 2 സ്ലൈസ് ചീസ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ക്രീമിന് നമ്മൾ ഫ്രഷ് ക്രീമൊക്കെ ചേർക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ കിട്ടും. അപ്പോൾ ഫ്രഷ് ക്രീം നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമ്മൾ 2 സ്ലൈസ് ചീസ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ബ്രെഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കസ്റ്റേർഡ് ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് പിസ്തായും കാഷ്യൂ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് പൊടിയായി പോകല്ലേ, തരിതരിപ്പോടെ പൊടിച്ചെടുക്കണേ. ഇവിടെ ഒരു പുഡിംഗ് ട്രേ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് താഴെ ഭാഗത്ത് ബ്രെഡ് നമുക്ക് നിരത്തി കൊടുക്കാം. ഗ്യാപ്പുള്ളിടത്തൊക്കെ ബ്രെഡ് ചെറിയ പീസായിട്ട് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ മുകളിലോട്ട് ചെറു ചൂടോടെയുള്ള നമ്മുടെ കസ്റ്റേർഡ് മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനിയും അതിൻ്റെ മുകളിലും നമ്മൾ ഒരു ലെയർ ബ്രെഡും കൂടെ വെച്ച് കൊടുക്കണം. അതിൻ്റെ മുകളിലും നമ്മൾ കസ്റ്റേർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ കാഷ്യൂ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് നമുക്ക് എടുത്ത് സെർവ് ചെയ്യാവുന്നതാണ്. ഫ്രീസറിൽ വെക്കല്ലേ, ഫ്രിഡ്ജിലാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും ഇവിടെ സുഖമായിട്ടിരിക്കുന്നില്ലേ? ഞാനാണെങ്കിൽ സുഖമായിട്ടാണ് ഇരിക്കുന്നത്. ഇന്ന് ഞാനാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എൻ്റെ ചേട്ടനാണെങ്കിൽ നാട്ടിൽ വരുവാണ്. എൻ്റെ ചേട്ടനാണെങ്കിൽ 5 മന്ത്സായി വന്നിട്ട്. കഴിഞ്ഞ ഡിസംബറിലാണ് എൻ്റെ ചേട്ടൻ വന്നത്. ഇപ്പം നമുക്ക് നമ്മുടെ ചേട്ടനെ എയർപോർട്ടിൽ പിക്ക് ചെയ്യാൻ പോവാം. ഞാനും അച്ചായും അമ്മയും ചേച്ചിയും കൂടെയാണ് എൻ്റെ ചേട്ടനെ പിക്ക് ചെയ്യാൻ പോണേ.
എൻ്റെ മോൻ ഇന്ന് നാട്ടിൽ നിന്ന് വരുവാണ്. അവന് ഇഷ്ടപ്പെട്ട ബിരിയാണിയും പുഡിങ്ങുമാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്കിനി അത് സെർവ് ചെയ്യാം. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ മൂവിക്ക് പോവാണ്. നമ്മൾ ദൃശ്യം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അൽവാദയിൽ ദൃശ്യം കാണാൻ വേണ്ടി പോവാണ്. Hope you like this video. Thank you and bye bye. See you all in the next video.